കുറച്ചുകൂടെ അടുത്തോട്ട് നിൽക്കും. ആ കസേരയായിട്ട് ഇങ്ങോട്ട് വന്ന് കസേരയോടിങ്ങി വാ. വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കണം ഇത്തവണ. കേരളത്തിലെ 140 മണ്ഡലങ്ങളും ഇത്തവണ ഉണർന്ന് ചിന്തിച്ച് വളരെ ആലോചിച്ച് തീരുമാനമെടുത്ത് വോട്ട് ചെയ്യണമെന്നാണ്. അതിനകത്ത് എന്റെ രാഷ്ട്രീയ കക്ഷിക്ക് വേണ്ടി എന്റെ രാഷ്ട്രീയ കക്ഷിയുടെ മുന്നണി നിർത്തുന്ന സ്ഥാനാർത്ഥികൾക്കും വേണ്ടി വോട്ട് ചോദിക്കുന്നതിനേക്കാൾ പ്രധാനം ഈ മണ്ണിന് വേണ്ടി ആരൊക്കെ വോട്ട് ചെയ്യാം. 2026 തെരഞ്ഞെടുപ്പ് കേരളം എങ്ങോട്ടേക്ക് ഭാവിയിൽ പോകണം എന്നുള്ളത് തീരുമാനിക്കപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. നമ്മൾ വലിയ നമ്പർ 1 സംസ്ഥാനമാണ് എന്ന് കാലാകാലങ്ങളായിട്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ അവകാശപ്പെടുന്നുണ്ട്. ഇവർ ഈ പറയുന്ന നമ്പർ 1കളൊന്നും 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന് മഴുവെറിഞ്ഞ് സൃഷ്ടിച്ച നമ്പർ 1 അല്ല. തിരുവിതാംകൂർ രാജാക്കന്മാർ ഭരിച്ചു കഴിഞ്ഞ് കേരള സംസ്ഥാനം എന്ന് രൂപീകൃതമാകുന്നോ അന്ന് മുതൽ നമ്മൾ ഈ പറയുന്ന പല മാനദണ്ഡങ്ങളിലും 1ാം സ്ഥാനം നിൽക്കുന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ വിദ്യാഭ്യാസം. ഇന്ത്യ സ്വതന്ത്രമാകുന്ന കാലഘട്ടത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും 7, 8, 9% മാത്രം വിദ്യാഭ്യാസവും സാക്ഷരതയും ഉണ്ടായിരുന്ന കാലത്ത് 56% സാക്ഷരത നമ്മുടെ കൊച്ചു കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ തുടർച്ച സ്വാഭാവികമായിട്ടും നമ്മൾ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളെ സ്കൂളിൽ വിടൂലേ? അത്രേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ, അല്ലാണ്ട് മറ്റൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. തിരുവിതാംകൂർ രാജാക്കന്മാര് ഭരിക്കുന്ന കാലത്ത് തന്നെ വിദ്യാഭ്യാസം കേരളത്തിൽ സൗജന്യമാക്കിയിട്ട് മാറ്റിയതായിരുന്നു. പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇവർക്ക് അത്തരം വിഷയങ്ങളിൽ ഒന്നിലും അവകാശപ്പെടാൻ വേണ്ടിയിട്ടില്ല. അത്രയും നമ്മൾ 1ാം സ്ഥാനത്ത് നിന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് വിദ്യാഭ്യാസത്തിന്റെ ഒരു ഹബ്ബായിട്ട്, തലസ്ഥാനമായിട്ട് നമ്മുടെ സംസ്ഥാനം മാറേണ്ടതായിരുന്നു അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ആൾക്കാർ ഇവിടേക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് പുറത്തുനിന്ന് വരുന്നത്? ഇല്ല. പകരം നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസത്തിനെന്നും പറഞ്ഞ് പുറത്തേക്ക് പോകുന്നതാണ്. ആരോഗ്യ കാര്യത്തിൽ നമ്മൾ ഇവര് കേരള സംസ്ഥാനം രൂപീകൃതമാകുന്നതിന് മുമ്പ് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചിട്ടുണ്ടെന്ന് 1954 മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചിട്ടുണ്ട്. ആരോഗ്യ കാര്യത്തിൽ നമ്മൾ 1ാം സ്ഥാനത്താണ്. പക്ഷെ ആ 1ാം സ്ഥാനത്തിന് കൃത്യമായി മുതലെടുക്കാനോ ആരോഗ്യ കാര്യത്തിൽ ഇന്ത്യയുടെ ഒരു ഹബ്ബാക്കിയിട്ട് കേരളത്തിനെ മാറ്റാനോ സാധിച്ചോ? ആരെങ്കിലും പുറത്തുള്ളവര് കേരളത്തിൽ ചികിത്സയ്ക്ക് വരുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. പകരം എന്താ, നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ വണ്ടിയും വിളിച്ച് ഇവിടുന്ന് പുറത്തേക്ക് ചികിത്സിക്കാൻ പോകുന്നതാണ് നമ്മൾ എല്ലാവരും കാണുന്നത്. അപ്പൊ കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്ന വികസനം എന്ന് പറയുന്ന കാര്യം ഇതുവരെയും അതിന്റെ യഥാർത്ഥ പൊട്ടൻഷ്യലിലേക്ക് ഇപ്പൊ കുറെ പൊട്ടന്മാരുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് എന്താണ് 35 മാർക്ക് വാങ്ങിച്ച് പാസ്സാവാൻ 1ാം സ്ഥാനം എന്ന് പറയുന്നത് പോലെ ഒരുപാട് പിന്നോക്കം നിന്ന സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ബഹുദൂരം മുന്നിൽ നിന്നിരുന്ന ഒരു സംസ്ഥാനത്തിന് എത്രയോ വലിയ കുതിച്ചുചാട്ടം നടത്താമായിരുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് ആ അവസരങ്ങളെ മുഴുവൻ കളഞ്ഞു കുളിച്ച 7 പതിറ്റാണ്ടാണ് കടന്നുപോയത്. അത് മാത്രമല്ല, രാഷ്ട്രീയം എന്ന് പറയുന്നത് പറ്റിക്കൽ രാഷ്ട്രീയമാണ് നടക്കുന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, ആ പോത്തങ്കോട് ജംഗ്ഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും ട്രാഫിക് ഉള്ള ജംഗ്ഷനുകളല്ലേ? നിങ്ങൾക്കറിയാലോ, അത് കടന്നുപോയി എത്ര ബുദ്ധിമുട്ട്. ആ ജംഗ്ഷനെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മന്ത്രിയായ ആൾക്ക് സാധിച്ചോ? 7 പതിറ്റാണ്ട് കൂടിയിട്ടല്ലേ നെടുമങ്ങാടിന് ആദ്യമായിട്ടല്ലേ ഒരു മന്ത്രിയെ കിട്ടുന്നത്. ഇതിനു മുമ്പ് ഒരു മന്ത്രിയെ നമുക്ക് കിട്ടിയിട്ടില്ല, MLA-മാരെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനി ഒരു 30 വർഷത്തേക്കും കൂടി ഇനി ഒരു മന്ത്രിയെ കിട്ടുന്ന കാര്യം സാധിക്കുന്നതുമല്ല. ഒരു മന്ത്രി വന്നു കഴിയുമ്പോൾ മാത്രമാണ് യഥാർത്ഥ വികസനം ശരിക്കും അവിടെ നടക്കേണ്ടുന്നത്. പക്ഷെ അത് സംഭവിച്ചില്ല. പകരം എന്താണ്, കണ്ണിപ്പൊടിയുടെ ആള്. ഇപ്പൊ വെഞ്ഞാറമൂടുന്നത് ഫ്ലൈ ഓവർ കഴിഞ്ഞു കഴിയുമ്പോൾ ഇപ്പൊ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് മിനിറ്റിൽ 10 വണ്ടിയാണെന്നുണ്ടെങ്കിൽ 100 വണ്ടി ഒരുമിച്ച് വന്നിറങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ പോത്തങ്കോട് ജംഗ്ഷൻ എന്താ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്? ശ്വാസം മുട്ടുന്ന സ്ഥിതി വരും. നമുക്ക് മനുഷ്യന് അതുവഴി പോകാൻ പറ്റില്ല. ഈ പ്രശ്നത്തിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പരിഹരിക്കുക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ചെയ്യേണ്ടത്. പകരം അദ്ദേഹം ചെയ്ത പറ്റിക്കൽ എന്താണ്? 7 കിലോമീറ്റർ സ്ട്രെച്ച് പോത്തങ്കോട് നിന്ന് മംഗലാപുരം വരെ പോകുന്ന സ്ഥലത്ത് 70 കോടി മുടക്കിയിട്ട് പണിഞ്ഞു എന്നാണ് പറയുന്നത്. നാഷണൽ ഹൈവേ പണിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കിലോമീറ്ററിന് 5 കോടിയാണ് വേണ്ടി വരിക. 7 കിലോമീറ്റർ പണിയാൻ 35 കോടി. അപ്പോഴാണ് വീഗാലാൻഡിൽ വാട്ടർ തീം പാർക്ക് പോലെ മഴ പെയ്ത് കഴിയുമ്പോൾ വീടുകൾക്കകത്ത് വെള്ളത്തിൽ വാട്ടർ റൈഡ് ഇറക്കാൻ പറ്റുന്ന തലത്തില് റോഡും പണിഞ്ഞു വെച്ചിട്ട് അല്ലെ, വലിയ PR മാമാങ്കമായിരുന്നു. മരുമോ മന്ത്രിയും നമ്മുടെ MLA മന്ത്രിയും കൂടി വന്നിട്ട് കാണിച്ചിട്ട് പോയത്. അവസാനം എന്തായി? 3ന്റെ അന്ന് മഴ പെയ്തു, വീടുകൾക്കകത്ത് മൊത്തം വെള്ളം. അപ്പൊ ഈ പറ്റിക്കല് മാത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള വികസനം നടക്കുന്നില്ല. എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പറ്റിക്കല. ഇപ്പോ കഴിഞ്ഞ ആഴ്ച സുരേഷന്റെ വീട്ടിലേക്ക് നമ്മുടെ ബഹുമാന്യനായ മന്ത്രി കടന്നു വന്നു. ആര്? നമ്മുടെ MLA കൂടിയായിട്ടുള്ള മന്ത്രി GRN-ൽ ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞ എന്താണ്? ലോകത്ത് മുഴുവൻ യുദ്ധം നടക്കുകയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വാഭാവികമായിട്ട് യുദ്ധത്തിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ടാവും.
ഇപ്പൊ ഒരു വലിയ പ്രകൃതി ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ പ്രാദേശികമായി നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് യുദ്ധം ഉണ്ടായി കഴിയുമ്പോഴും നമുക്ക് പ്രശ്നം ഉണ്ടാവും. LPGക്ക് ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നല്ല. അത് ലോകത്ത് മുഴുവൻ സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യയെ ബാധിച്ചത് വളരെ കുറവായിട്ടാണ്. കാരണം നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേര് നരേന്ദ്രമോദി എന്നായതുകൊണ്ടാണ് ആ കാര്യത്തിനകത്ത് വളരെ കുറച്ച് മാത്രം പ്രശ്നങ്ങളിൽ നമ്മൾ നിന്ന് പോകുന്നത്. ഗാർഹികമായിട്ട് LPGക്ക് ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യം നരേന്ദ്രമോദിജിയും ബഹുമാന്യനായ പെട്രോളിയം വകുപ്പ് മന്ത്രിയായിട്ടുള്ള സുരേഷ് ഏട്ടനും വളരെ കൃത്യമായിട്ട് ഇന്ത്യയിലെ 142 കോടി ജനങ്ങൾക്കും വേണ്ടിയിട്ട് ഉറപ്പ് വരുത്തിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മന്ത്രി ഒരു ഉഡായിപ്പ് പരിപാടിയായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞ എന്താണ്, കേരളത്തിന് മാത്രമായിട്ട് LPG ഷോർട്ടേജ് ഉണ്ടാവാതെ നോക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇന്ത്യയിലെ 142 കോടി ജനങ്ങളുടെ മന്ത്രിയാണ് അദ്ദേഹം. കേരളത്തില് മാത്രമായിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? നിങ്ങൾ തന്നെ നാലോട്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ആന്ധ്രയിൽ നിന്നാണ് നമുക്ക് അരി വന്നുകൊണ്ടിരുന്നത്. ആന്ധ്രയിൽ ഒരു വലിയ സമരം നടന്ന അരി വരവ് നിലച്ചു പോയി എന്നിരിക്കട്ടെ. നിലച്ചു പോയി കഴിയുമ്പോൾ ഉടനെ GRNൽ ഇവിടുത്തെ MLA ആണ്. അതുകൊണ്ട് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് മാത്രം അരി കിട്ടും, വേറെ 13 ജില്ലയ്ക്ക് അരി കിട്ടില്ല എന്ന് പറയാൻ വേണ്ടി സാധിക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. സ്വാഭാവികമായും അദ്ദേഹം എന്ന് പറയുന്നയാള് ഒരു, നമ്മൾ ഈ മുഖ്യമന്ത്രിയെ കുറിച്ചിട്ട് PR ശിവശങ്കർ അല്ല, അദ്ദേഹത്തിന്റെ തന്നെ സെക്രട്ടറി പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, മരപ്പൊട്ടൻ എന്ന്. അതുപോലെ ഒരു മരപ്പൊട്ടൻ അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ഭരണഘടനയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിയുടെ മുമ്പിലാണ് പോയി ഇരിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് പക്ഷഭേദം കാണിയാണ്. അദ്ദേഹം സ്വാഭാവികമായിട്ട് പറയും, ഞാൻ മന്ത്രിയാണ്, എനിക്ക് എല്ലാ സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾ ഒരുപോലെ നോക്കണം. കേരളത്തിലെ ജനങ്ങൾക്ക് എന്നോട് ഒരുപാട് സ്നേഹമുണ്ട്, എനിക്കും സ്നേഹം ഉണ്ടെങ്കിലും മന്ത്രി എന്നുള്ള നിലയിൽ 142 കോടി ജനങ്ങളെയും ഒരുപോലെ എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പുറത്തിറങ്ങി വന്നിട്ട് പറഞ്ഞ എന്താണ്, സുരേഷ് ഗോപിയോട് പറഞ്ഞിട്ട് മൈൻഡ് ചെയ്യുന്നു. ഞാൻ ചോദിക്കട്ടെ, അരി ഇവിടേക്ക് വരുന്നില്ല എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തിന് മാത്രം എന്ന് പറഞ്ഞു വിടാൻ പറ്റില്ലല്ലോ. ഇനി പോട്ടെ, ഈ മഹാൻ ഇവിടുത്തെ MLA ആണ്, 5 വർഷം ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരുന്നു. ഇവിടുത്തെ സപ്ലൈകോകളും മാവേലി സ്റ്റോറുകളിലും പോലും മര്യാദയ്ക്ക് അരിയും പലവ്യഞ്ജനം എത്തിക്കാൻ കഴിയാത്തത്, സ്വന്തം മണ്ഡലത്തിലെ സപ്ലൈകോകളിൽ പോലും അരിയും പലവ്യഞ്ജനം എത്തിക്കാൻ കഴിയാത്തയാള്, ഇവിടെ പോലും ഭക്ഷ്യവിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിയാത്തയാള് കഴിഞ്ഞ 1 വർഷമായിട്ട് കേരളത്തിലെ ഏറ്റവും അധികം വിലക്കയറ്റം നിൽക്കുന്ന തലത്തിലേക്ക് ഈ സംസ്ഥാനത്തിന്റെ ഭരണത്തിനെ കൊണ്ടെത്തിച്ച ഒരു മന്ത്രി കൂടിയാണ് ശ്രീ GRN. അപ്പൊ അദ്ദേഹമാണ് പോയിട്ട് ഈ തരത്തിൽ പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പറ്റിക്കൽ രാഷ്ട്രീയം, ഉഡായിപ്പ് രാഷ്ട്രീയം നമ്മുടെ നാട്ടിൽ വെച്ച് വാഴിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ നിങ്ങളോട് ഒരു കാര്യത്തിൽ ഉറപ്പ് തരാം, അദ്ദേഹത്തെ പോലെ 6 മാസം MLA ആയിരിക്കില്ല ഞാൻ. 6 മാസം MLA എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് നോക്കിയാൽ ഈ റോഡ് എപ്പോഴാ, തെരഞ്ഞെടുപ്പിന് 2 മാസം ഉള്ളപ്പോ, ആ വാവറയമ്പലത്തെ റോഡ് എപ്പോഴാ, തെരഞ്ഞെടുപ്പിന് 6 മാസം ഉള്ളപ്പോ. അങ്ങനെ നിങ്ങൾ ഈ മണ്ഡലം മുഴുവൻ നിങ്ങൾ പോയി നോക്കിയോ, ഓരോ റോഡ് 4.5 കൊല്ലക്കാലം നിങ്ങൾ നടുവൊടിഞ്ഞ് ഇവിടെ മുഴുവൻ യാത്ര ചെയ്തിട്ട് അവസാനം 6 മാസവും 3 മാസവും 2 മാസവും 2 ആഴ്ച ഉള്ളപ്പോഴാണ് അദ്ദേഹം ഓരോ പദ്ധതികളുമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. തൊട്ടടുത്ത് വെള്ളാണിക്കൽ പാറയുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ടൂറിസം കേന്ദ്രമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കുടുംബമായിട്ട് മര്യാദയ്ക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണോ? അല്ല, ഉറപ്പാണല്ലോ. പോകാൻ എന്തുകൊണ്ടാണ്? സാമൂഹ്യ വിരുദ്ധരുടെ താവളമായിട്ട് അത് മാറിയിട്ടുണ്ട്. അപ്പോ അത്തരത്തിലാണ് ഈ സ്ഥലങ്ങളെ മുഴുവൻ. എന്നിട്ട് എന്താ, തെരഞ്ഞെടുപ്പിന് 3 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടറി, വലിയ 5 വർഷം മന്ത്രിയായിരുന്നിട്ട് ഇദ്ദേഹത്തിന് സാധിക്കാത്ത ഇദ്ദേഹമാണോ ഇനി MLA ആയിട്ട് ജയിച്ചാൽ തന്നെ അദ്ദേഹം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്? നമ്മൾ ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അത് കരുതി വോട്ട് ചെയ്യണം. തീർച്ചയായിട്ടും ഞാൻ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 6 മാസം MLA ആയിരിക്കില്ല, 5 വർഷം ഡേ 1 മുതൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒപ്പം ഞാൻ ഉണ്ടാകുമെന്നുള്ള കാര്യം സുരേഷിന് മുമ്പിൽ വെച്ച് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം.